ക്വസ്റ്റ്യൻസ് നോക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം ഏത്? എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം? എന്താണ്? ബലിയർപ്പണം. തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന തിരുനാൾ ഏതാണ്? ഉയർപ്പ് തിരുനാൾ. മാർത്തോമാ ശ്ലീഹായുടെ ദുക്രാന തിരുനാൾ എന്നാണ് ആഘോഷിക്കുന്നത്? ജൂലൈ 3 പുതിയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം ഏതാ? വെളിപാട്. ശ്ലീഹാ കാലത്തെ ഒന്നാം വെള്ളി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വർണ്ണവെള്ളി. അടുത്തത് വചനഭാഗം പൂരിപ്പിക്കാനാണ്. നിങ്ങൾ സഹോദരനോട് ഡാഷ് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഡാഷ്, അവിടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓക്കെ, ഡാഷ് ഭാഗ്യവാന്മാർ എന്നാണ് കേട്ടോ. അവിടെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ. പിതാവെ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല ഡാഷ് നിറവേറട്ടെ, അവിടുത്തെ ഹിതം നിറവേറട്ടെ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ഡാഷ് അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട്, അവിടെ ആ ഡാഷിൽ എന്താ വേണ്ടേ? കാഴ്ചവസ്തു. പോയി സഹോദരനോട് ഡാഷ് എന്താണ്? പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അടുത്തത്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ ആർക്ക് തന്നെയാണ് ചെയ്തത്? എനിക്ക് തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്നത്. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ. അതെന്തായിരുന്നു? ശ്ലീഹാക്കാലത്തെ ഒന്നാം വെള്ളി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വർണ്ണവെള്ളി. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാവോ? പേജ് നമ്പർ 81 അതിൻ്റെ ഉത്തരം വരുന്നത്. ശ്ലീഹാക്കാലത്തെ ഒന്നാം വെള്ളി സ്വർണ്ണവെള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പത്രോസ് യോഹന്നാനുമൊത്ത് ദേവാലയത്തിലേക്ക് പോയപ്പോൾ ദേവാലയ കവാടത്തിൽ വച്ച് സുഖപ്പെടുത്തിയ മുടന്തനോട് പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഈ പേരുണ്ടായത്. ഓക്കെ, പത്രോസും യോഹന്നാനും കൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അവിടുത്തെ അവരുടെ ആ കവാടത്തിൻ്റെ അടുത്ത് വെച്ച് ഒരു മുടന്തനെ കണ്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെ എന്തെങ്കിലും തരണേന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്? വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞത് ആരാ? പത്രോസ് ശ്ലീഹ അങ്ങനെയാണ് പറഞ്ഞത്. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അത് കേട്ടപ്പോൾ തന്നെ അയാൾ സൗഖ്യം പ്രാപിച്ചു. ഈ സംഭവത്തെ ഓർമ്മിക്കാനാണ് ശ്ലീഹാ കാലത്തെ ഒന്നാം വെള്ളിയാഴ്ച സ്വർണ്ണവെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ഉത്തരം ക്ലിയർ ആയോ? അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം. എന്തുകൊണ്ടാണ് ശ്ലീഹാ കാലത്തെ ഒന്നാം വെള്ളിയാഴ്ചയെ സ്വർണ്ണവെള്ളി എന്ന പേര് വിളിക്കുന്നതെന്നുള്ളത്. ഓക്കെ.